ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് തന്നെയാണ്. ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഒന്നും കൂടി പറയണമെന്ന് തോന്നി. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹോർമോൺ ഗുളികയൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. 5 വർഷത്തേക്ക് കഴിക്കാനുണ്ട്. ലെട്രസോളാണ് ഞാൻ കഴിക്കുന്ന ഗുളിക. അപ്പോൾ ഞാൻ ഈ ഹോർമോൺ ഗുളികയുടെ സൈഡ് എഫക്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു സൈഡ് എഫക്റ്റ് വിട്ടുപോയായിരുന്നു, നമ്മുടെ വെയിറ്റ് ഗെയിൻ്റെ കാര്യം. നമുക്ക് വെയിറ്റ് കൂടും കേട്ടോ. ഹോർമോൺ ഗുളിക കഴിക്കുന്ന, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കഴിക്കുന്ന സമയത്ത് വെയിറ്റ് കൂടുക എന്നുള്ളത് ഒരു കാര്യമാണ്. ഞാൻ ആദ്യം ഇപ്പോൾ ഉള്ളത്ര തടിയോ വെയിറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ പെട്ടെന്നാണ് വെയിറ്റ് കൂടിയത്. അപ്പോൾ കീമോ സമയത്തൊക്കെ വല്ലാതെ വെയിറ്റ് വെച്ചു. എന്താ പറയുക, ഞാൻ നന്നായിട്ട് വെയിറ്റ് വെച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ 8 കിലോയെങ്കിലും ഞാൻ കീമോ സമയത്ത് കൂടി. അപ്പം എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു വെയിറ്റ് കൂടി. അപ്പോൾ അത് ഞാൻ ഫുഡ് കഴിച്ച് കൂടിയത് ഫുഡ് കഴിക്കുമായിരുന്നു, പക്ഷെ ഫുഡ് കഴിച്ച് കൂടിയതല്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ സ്റ്റിറോയിഡ് കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഡോക്ടർ തരുന്നുണ്ടായിരുന്നു. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനായിട്ടും ടാബ്ലറ്റായിട്ടും ഒക്കെ നന്നായിട്ട് തരുന്നുണ്ടായിരുന്നു. സ്റ്റിറോയിഡ്സ് കഴിച്ചാൽ പൊതുവേ നമ്മൾ തടി വെക്കും. അപ്പോൾ അതുകൊണ്ടായിരുന്നു തോന്നുന്നു നന്നായിട്ട് തടി വെച്ചു. പക്ഷേ സർജറിയൊക്കെ കഴിഞ്ഞ്, കീമോയൊക്കെ കഴിഞ്ഞ്, സർജറി കഴിഞ്ഞു, റേഡിയേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെയിറ്റിൽ നിന്ന് കാറ്റൊഴിച്ച് വിട്ട ബലൂൺ പോലെ, അത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ കീമോ സമയത്ത് വീഡിയോസൊക്കെ ഇടുമ്പോൾ എൻ്റെ മുഖമൊക്കെ കണ്ടില്ലായിരുന്നോ, ഭയങ്കര എന്താ പറയുക, കാറ്റ് ഊതി വീർപ്പിച്ച പോലെ കവളൊക്കെ അങ്ങനെയല്ലായിരുന്നോ. ഇപ്പോൾ പക്ഷേ അതൊക്കെ കുറേ കുറഞ്ഞു. ഞാൻ ആ ഒരു ടൈമിങ് കഴിഞ്ഞപ്പം നമ്മുടെ സ്റ്റിറോയിഡൊക്കെ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു വന്നു. ഒരു 5-6 കിലോയൊക്കെ ഒറ്റയടിക്ക് കുറഞ്ഞു വന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 65 kg ആണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷേ ഞാൻ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറും 58, 60 അതിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ വെയിറ്റ്. ഞാനൊരു 58, 59, 60 അതിൽ കൂടുതൽ പോവാറില്ല, കുറയാനല്ലാതെ കൂടുതൽ പോവാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാൻസർ വന്ന ശേഷമാണ് വെയിറ്റ് കൂടിയത്. അപ്പോൾ ഇപ്പം ഞാൻ നിലവിൽ എൻ്റെ വെയിറ്റ് 65 ആണ്. അതിൽ നിന്ന് കൂടിയ ഇടയ്ക്ക് ചിലപ്പം ഒന്ന് കൂടും, ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് കുറയും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും എനിക്ക് ഞാൻ ഫുഡൊന്നും അങ്ങനെ കാര്യമായിട്ട് തടി വെക്കാൻ മാത്രമേ, അത്യാവശ്യം ഡയറ്റൊക്കെ നോക്കുന്നുണ്ട്. ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഡയറ്റൊന്നുമല്ല, എന്നാലും അങ്ങനെ ഫാസ്റ്റ് ഫുഡൊക്കെ ഒത്തിരി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തടി വെക്കാൻ മാത്രമുള്ള ഫുഡൊന്നും ഞാൻ കഴിക്കുന്നില്ല. സാധാരണ ഫുഡുകളൊക്കെ തന്നെ കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ രാത്രിയൊക്കെ ഫുഡ് കുറവാണ്. നമ്മളെന്തെങ്കിലും സലാഡൊക്കെ ആയിട്ടൊക്കെ കഴിച്ച് പോവുകയാണ് ചെയ്യുന്നത്. രാവിലെ ആണെങ്കിലും പണ്ടത്തെ പോലെ വലിച്ചുള്ള ഫുഡ് കഴിക്കലൊന്നും ഇപ്പോൾ ഇല്ല. പണ്ടത്തെ പോലെ വാരി പണ്ട് ഫുഡ് കഴിക്കൽ കുറവായിരുന്നു, പക്ഷേ കഴിക്കുന്ന സമയം നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അത്രയും ഫുഡൊന്നും കഴിക്കുന്നില്ല. എന്നിട്ടും ഞാൻ ഇത്രയും വെയിറ്റ് ഉണ്ട്, പക്ഷേ അത് കുറയുന്നില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് മനസ്സിലായി, ഞാൻ ഹോർമോൺ ടാബ്ലറ്റ് എടുക്കുന്നത് കൊണ്ടാണ്. ഈ ഹോർമോൺ ടാബ്ലറ്റിന് പുറമേ ഞാൻ ഹോർമോൺ ഇഞ്ചക്ഷനും കൂടെ എടുക്കുന്നുണ്ട്. എൻ്റെ ഓവറിയുടെ പ്രവർത്തനം നിർത്തി വെക്കുന്നതിന് വേണ്ടി. ഓവറി ഇപ്പോൾ തൽക്കാലം ആദ്യം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ തൽക്കാലം റിമൂവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ ഓവറിയുടെ പ്രവർത്തനം നിർത്തി വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് ഞാനിങ്ങനെ എന്താ പറയുക, കൂടാതെ എങ്ങനെ പോവുകയാണ്. ഇതിലും വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് വരും. കാരണം ഒന്നാമതേ ഞാൻ ചെയ്യുന്നത് ഫീൽഡ് വർക്കാണ്. കൂടുതലും നമ്മൾ വീടുകളിൽ പോയിട്ടാണ് രോഗികളെയൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് കാടും മലയും കുന്നും ഒക്കെ കയറാനുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരും. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം, ഇനിയാണ് ഞാൻ കാര്യത്തിലേക്ക് വരുന്നത്. ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇപ്പോഴും എനിക്ക് ഇതൊരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കീമോയൊക്കെ കഴിഞ്ഞ ആ ഒരു കീമോ എടുക്കുന്ന അല്ലെ ആ ഒരു ടൈമിൽ ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. ശ്വാസം മുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന പ്രശ്നമില്ല. എനിക്കൊരു 2 അടി പോലും അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ ചെന്നാൽ ലിഫ്റ്റ് ഉപയോഗിച്ച് മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റില്ല, എനിക്ക് നടന്ന് പോകാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൂടുതലും എത്ര നേരം കാത്തു നിന്നാലും തിരക്കുണ്ടെങ്കിൽ ഞാൻ ലിഫ്റ്റ് തന്നെ പോയിക്കൊണ്ടിരുന്നുള്ളൂ. ഒരു 1ാം നിലയ്ക്ക് പോലും എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, അത് കീമോയുടെ സൈഡ് എഫക്റ്റിൽ വരുന്നതാണ്, അത് ഓക്കെ ആവും എന്ന് പറഞ്ഞു. പക്ഷേ കീമോ കഴിഞ്ഞിട്ടും എനിക്കത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലാണ്, നടക്കാൻ വയ്യായിരുന്നു, ഭയങ്കര കിതപ്പായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, കീമോ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറച്ച് കാലം ഉണ്ടാവും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എനിക്ക് അങ്ങനെ തന്നെ ആയപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എന്നോട് കുറച്ച് നടക്കാൻ പറഞ്ഞു. എനിക്കത് മാത്രമല്ല, എൻ്റെ നെഞ്ചിടിപ്പ് എനിക്ക് തന്നെ കേൾക്കായിരുന്നു, എൻ്റെ ഹാർട്ട് റേറ്റ് എനിക്ക് തന്നെ കേൾക്കായിരുന്നു. കുറച്ചൊന്ന് നടക്കുമ്പോഴത്തേക്കും വല്ലാതെ ഹാർട്ട് റേറ്റ്, എൻ്റെ പൾസൊക്കെ അങ്ങനെ അടിക്കുമായിരുന്നു.
അപ്പോൾ അത് എണ്ണി നോക്കുകയാണെങ്കിൽ നമുക്കൊരു മിനിറ്റിൽ ഒരു 150 അല്ലെ 140 അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ടക്കിക്കാഡിയ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുമായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേന് ഭയങ്കര എന്താ പറയുക ക്ഷീണമോ എന്തൊക്കെയോ ബുദ്ധിമുട്ട് വരുമായിരുന്നു. പിന്നെ ശ്വാസം വല്ലാതെ കിതപ്പും. അപ്പം ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ നടത്തിച്ച് നോക്കി. അപ്പോൾ നടത്തിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞ പോലെ തന്നെ നടത്തിച്ച് നോക്കി കഴിഞ്ഞ് പിന്നെ അവർ കയ്യിൽ പൾസ് നോക്കാൻ വേണ്ടി പൾസ് ഓക്സിമീറ്ററൊക്കെ വെച്ചിട്ട് അവർ നോക്കുന്ന സമയത്ത് അത് ശരിയാണ്. എനിക്ക് നടക്കുന്ന സമയത്ത് എൻ്റെ ഹാർട്ട് റേറ്റ് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു. 140 150 എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ടക്കിക്കാഡിയായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടർക്ക് ഒരു ഡൗട്ട് എന്താ അങ്ങനെയെന്നുള്ളത്. അതിന് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എക്കോ കാര്യങ്ങളെല്ലാം നമ്മൾ ഹാർട്ടിൻ്റെ ടെസ്റ്റുകളെല്ലാം എടുക്കുന്നതാണ്. കാരണം നമുക്ക് ടാർജറ്റ് തെറാപ്പി മറ്റും ചെയ്യുന്നത് കൊണ്ട് ഹാർട്ടിൻ്റെ ടെസ്റ്റൊക്കെ നമുക്ക് എടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട്. എല്ലാം നോർമലാണ്. എക്കോയൊക്കെ എനിക്ക് നോർമലാണ്. കുറച്ച് ഈ പറഞ്ഞ പോലെ ഈ ഹാർട്ട് റേറ്റിൻ്റെ കുറച്ച് വേരിയേഷൻ കാണിക്കുന്നതല്ലാതെ ഹാർട്ടിന് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് ഒരു ടെസ്റ്റും കൂടി ഉണ്ട്, ആ ടെസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം, ഇത് കുറയുന്നില്ലെങ്കിൽ അത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ആ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് സ്റ്റിറോയിഡ് കഴിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം സ്റ്റിറോയിഡ് കഴിച്ചിട്ടാണ് ഞാനിങ്ങനെ തടി വെക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഇതിന് വേണ്ടി സ്റ്റിറോയിഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ തടിച്ച് എങ്ങനെ ഉണ്ടാവും എന്നുള്ള അവസ്ഥയായി. എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ടത് കുറഞ്ഞു. പൾസ് റേറ്റ് അങ്ങനെ ഹാർട്ട് റേറ്റ് കൂടുന്ന ആ ഒരു പ്രശ്നം കുറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ചൊക്കെ നടക്കാമെന്നായി. പക്ഷേ സ്റ്റെപ്പ് കയറാൻ എന്നിട്ടും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പണ്ടത്തേനേക്കാളും അത് കുറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറേ കുറഞ്ഞു കേട്ടോ, ഒത്തിരി കുറഞ്ഞു. അന്നൊന്നും ഒരു അടി പോലും നടക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു. ഇപ്പോൾ എനിക്ക് നേരെ നടന്നു പോവാം, അതിനൊരു പ്രശ്നവുമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ 3-3.5 കിലോമീറ്റർ ഹസ്ബൻഡിൻ്റെ കൂടെ നടക്കാൻ പോവാറുണ്ട്. അപ്പം എന്നും പോയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് നേരെ നടക്കാൻ പ്രശ്നമില്ല. എനിക്കിപ്പോൾ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കയറ്റം കയറാൻ ബുദ്ധിമുട്ടാണ്. കയറ്റം കയറുമ്പോൾ എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ കിതയ്ക്കുക. അന്നേരം എനിക്ക് ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുക. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതും കൂടി ശരിക്കും ഇങ്ങോട്ട് റെഡി ആയിട്ടില്ല. അപ്പം ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് അത് കുഴപ്പമില്ല, ഹാർട്ടിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല, തനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കീമോ ചെയ്ത ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കാലം ഉണ്ടാവാറുണ്ട്. അത് പയ്യെ കുറഞ്ഞ് വരും. നമുക്കൊരു 1 ഇയറോളം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ഡോക്ടറിനോട് പറഞ്ഞത്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നല്ല. പക്ഷേ എനിക്ക് ഓക്കെയാണ്, ഞാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കയറ്റം കയറുമ്പോൾ മാത്രം കുറച്ചൊരു ശ്വാസമുട്ടൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ നെഞ്ചിരിപ്പ് ഓൾറെഡി എനിക്ക് നടക്കുമ്പോൾ പണ്ടേ ഉള്ളതാണൊരു കിതപ്പ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ആയപ്പോൾ അതൊരു എന്താ പറയുക കുറച്ചുകൂടെ കൂടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു, നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പോൾ ഇത്. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു MEX7 എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ക്ലബിൻ്റെ എക്സസൈസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നടക്കാൻ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നടക്കാം. പക്ഷേ ഈ എക്സസൈസ് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. അതിന് കുറേ നെഗറ്റീവായിട്ടും പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി നോക്കിയാലോ. അപ്പം ഞാൻ ഇന്ന് പോയി, ഞങ്ങളവിടെ അടുത്ത സ്കൂളിൽ MEX7ൻ്റെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിന്ന് പോയി എക്സസൈസൊക്കെ ചെയ്തു. അങ്ങനെ വലിയ റിസ്ക് ആയിട്ടുള്ള എക്സസൈസ് ഒന്നുമില്ല. പക്ഷേ നമ്മളൊരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇങ്ങനെ ചാടിയിട്ടുള്ളതും പിന്നെ എന്താ പറയുക കൈയൊക്കെ നമ്മുടെ കൈക്കൊക്കെ നല്ല എക്സസൈസ് ആട്ടോ. നമ്മൾ ലിംഫെഡിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാതെ ചെയ്യുന്ന എക്സസൈസ് ഉണ്ടല്ലോ, അതിനെക്കാട്ടിൽ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് കൈക്കൊക്കെ നല്ല കൈയൊക്കെ പൊക്കിയിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ചെയ്യാനുണ്ട്. നല്ലൊരു സുഖമുണ്ട് ചെയ്യുമ്പോൾ. പിന്നെ ചാടിയിട്ടൊക്കെയുള്ള എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാതെ എന്താ പറയുക നെഞ്ചിടിപ്പ് കൂടിയും ഭയങ്കര കിതപ്പുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇത് സ്ഥിരമായി ചെയ്താൽ ഞാൻ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി നമ്മുടെ സർക്കുലേഷൻ, നമ്മുടെ ശരീരത്തിലെ ബോഡിയിലുള്ള നമ്മുടെ സർക്കുലേഷൻ, ഇത്രയും കാലം നമ്മൾ കുറേ റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയി നമ്മുടെ ബോഡി വെയിറ്റ് കൂടി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡെയിലി നമ്മളത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. നടന്ന് വരുന്നതിനേക്കാൾ എനിക്കൊരു ഫ്രഷ് ഫീലിംഗ് MEX7 ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ MEX7നെ കുറിച്ച് വിവരിക്കാനല്ല വന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളത് പറഞ്ഞേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ, നല്ലതാണെന്ന് തോന്നുന്നു.
പിന്നെ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. അപ്പോൾ ആർക്കെങ്കിലും കീമോ കഴിഞ്ഞ് ഇപ്പം നോർമൽ ലൈഫ് നയിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കീമോ കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായത്. ഒരു കിതപ്പും ഒരു ശ്വാസം മുട്ടും കയറ്റം കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ കീമോ കഴിഞ്ഞ ശേഷമാണ് വന്നത്. പക്ഷേ അതിപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. ഇപ്പോഴും കയറ്റം കയറുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടിൽ നമ്മൾ സംസാരിക്കില്ലേ, മക്കളോടൊക്കെ നമ്മൾ ഒച്ചയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യില്ലേ, അപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഓൾറെഡി വെയിറ്റ് കൂടുതലാണ്, നമുക്ക് ചിലപ്പോൾ ഇത്രയും വെയിറ്റ് പാടില്ല. അപ്പം വെയിറ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വെയിറ്റ് കുറയ്ക്കുമെന്ന് വിചാരിച്ചില്ല. ഭക്ഷണവും കുറവാണ്. ഇനിയും ഭക്ഷണം കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അത് ബാധിക്കും. നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ പിന്നെന്താ, നമ്മളങ്ങനെ വെറുതെ ഇരിക്കുന്നില്ലല്ലോ, ഇപ്പോൾ റെസ്റ്റൊന്നും അല്ലല്ലോ, പണിയൊക്കെ എടുക്കുന്ന ആളാണ്. പിന്നെ ഈ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ആകെയുള്ളൊരു വഴി എക്സസൈസും കാര്യങ്ങളും നടത്തുമൊക്കെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ചിലപ്പം നമ്മുടെ ബോഡി വെയിറ്റ് കൊണ്ടായിരിക്കും നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ഒത്തിരി പേരുണ്ട്. അവർ എന്താ പറയുക, കീമോ കഴിഞ്ഞ് കുറേ നാളായവരുണ്ട്, ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നവരുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവുമൊന്നും വേണ്ട. അത് നോർമലാണ്. കീമോയുടെ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത് 1 ഇയർ കഴിഞ്ഞാലും ആ ബുദ്ധിമുട്ട് ഉണ്ടാവും നമുക്ക്. അത് സാവധാനമേ മാറുള്ളൂ. ഇപ്പോൾ ഡോക്ടർ എനിക്ക് തന്നിരിക്കുന്ന അഡ്വൈസ് ബോഡി വെയിറ്റ് കൂടരുതെന്നാണ്. ബോഡി വെയിറ്റ് കൂടിയാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും കൂടുകയുള്ളൂ. പിന്നെ പരമാവധി നടക്കാൻ ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മടി കൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ ഇത്ര എക്സസൈസുകളൊന്നും ചെയ്യില്ല. അപ്പം പറ്റുവാണെങ്കിൽ ഇതൊക്കെ ചെയ്യുക. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കൈക്കും കാലിനും ഒക്കെ വേദന, ജോയിൻറ്റുകൾ. എനിക്ക് സത്യം പറഞ്ഞാൽ കാലിനൊക്കെ നല്ല വേദനയാണ്. എനിക്ക് കുറേ നാൾക്ക് ശേഷമല്ലേ ഇങ്ങനെ തുള്ളലും പിന്നെ ഇങ്ങനത്തെ കൈ പൊന്തിക്കലും. സാധാരണ എക്സസൈസൊക്കെ വീട്ടിൽ ചെയ്യുന്നല്ലാതെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നത് കുറേ നാൾക്ക് ശേഷമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എക്സസൈസും ചെയ്യാത്ത ആളാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു അസുഖം വന്ന സമയത്ത് ചെയ്യുന്നതാണ്. പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു. ബോഡിക്ക് ഇത് നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഷോൾഡർ പെയിൻ വരാറുണ്ട്, കഴുത്ത് വേദന വരാറുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. കഴുത്ത് തൊട്ട് കാൽപാദം വരെയുള്ള എക്സസൈസുകളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ, യോഗ എല്ലാം അവർ ചെയ്യുന്നുണ്ട്. നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കട്ടെ, ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ചിലപ്പോൾ നാളെ പോവില്ല, മടിയായിരിക്കും. എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊന്നും അറിയില്ല. കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. ഇന്ന് ചെന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എന്താ, നിങ്ങളുടെ ഡോക്ടേഴ്സൊക്കെ എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ശ്വാസം മുട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ശ്വാസം മുട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എനിക്കും കൂടെ നിങ്ങളുടെ അഡ്വൈസ് വേണം കേട്ടോ. അപ്പം എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് കീമോ കഴിഞ്ഞിട്ട് ഉള്ള ബുദ്ധിമുട്ടെന്ന് അറിയാൻ ഇതാണ് ഇപ്പം എൻ്റെ ബുദ്ധിമുട്ട്. അല്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ, അതൊക്കെ കുറഞ്ഞു. ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറേ കുറഞ്ഞു. ഇപ്പോൾ ഉള്ള പ്രശ്നം ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കീമോയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബാക്കിയെല്ലാം ഹോർമോൺ ഗുളികയുടെ സൈഡ് എഫക്റ്റും അല്ലാത്ത സൈഡ് എഫക്റ്റ്, ജോയിൻറ്റ് പെയിനും കാര്യങ്ങളെല്ലാം നമുക്ക് ഹോർമോൺ ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ബോഡി വെയിറ്റ് കൂടുന്നതും നമ്മുടെ ഹോർമോൺ ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന സംഭവമാണ്. പിന്നെ ഇപ്പോൾ കീമോയുടെ സമയത്ത് ഉണ്ടായ ബുദ്ധിമുട്ട് ഇത് തന്നെയായിരിക്കും. ശരിക്കും ഇങ്ങോട്ട് മാറുന്നില്ല. സാവകാശം മാറും എന്നാണ് ഡോക്ടറും പറയുന്നത്. സാവകാശം മാറുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് പയ്യെ നോക്കാം ഓക്കെ ആവുമോ എന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തിട്ടിരിക്കണേ. അപ്പം ബൈ.